അവൻ ഗോൾഡ് ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Bag Bazaar near Hotel Top Star, Old Bus Stand, Main Road, Payyanur. Cooperative National College, Perumba, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. നഗരസഭയുടെയും ആരോഗ്യവകുപ്പിന്റെയും കണ്ണെത്താത്ത ഇടമായി മാറി പയ്യന്നൂർ ബീവറേജ് ഔട്ട്ലെറ്റ് പരിസരം. സമീപവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി മാലിന്യ കൂമ്പാരം. സാമൂഹ്യവിരുദ്ധരും മദ്യസംഘങ്ങളും പതിവായതോടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് തുണയില്ലാതെ പുറത്തിറങ്ങാൻ കഴിയില്ലെന്ന സ്ഥിതി. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി താൽക്കാലികമായി സ്ഥാപിച്ച ഡിവൈഡറുകൾ അപകടക്കിണിയൊരുക്കുന്നു. വിളയാങ്കോട് ദേശീയപാതയിൽ KSRTC ബസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു. അപകടത്തിൽപ്പെട്ടത് കാസർഗോഡ് നിന്നും കണ്ണൂരിലേക്ക് പോകുകയായിരുന്ന ബസ്. മാങ്ങാട്ടുപറമ്പിൽ നടന്ന സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ അണ്ടർ-17 വിഭാഗത്തിൽ ചാമ്പ്യന്മാരായി തായ്നേരി SAB ടീം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. പാലക്കാട് നടക്കുന്ന സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിൽ കുട്ടികൾ. ഏഴോൻ തമ്പുരാൻകുന്ന് ഏതു നിമിഷവും നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലേക്ക് ഇടിഞ്ഞു വീഴാവുന്ന നിലയിൽ. ഏഴോം പഞ്ചായത്തും വില്ലേജ് അധികൃതരും നടപടിയെടുക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. വാർത്തകൾ വിശദമായി. ശുചിത്വ നഗരം, സുന്ദര നഗരം എന്നതൊക്കെ പേരിന് മാത്രം. നഗരത്തിന്റെ പുറമോടി കൂട്ടാൻ മാത്രം ശ്രദ്ധ കാണിക്കുന്നവർ കാണുന്നില്ല ചീഞ്ഞളിയുന്ന പയ്യന്നൂർ നഗരത്തിന്റെ ഉള്ളറകൾ. ഈ നഗരത്തിൽ ഇങ്ങനെയുമുണ്ടൊരിടം. അവിടെ ദുരിതവും ഭയവും പേറി ജീവിക്കുന്ന കുറച്ച് കുടുംബങ്ങളും കാണാം. പയ്യന്നൂർ നഗരമധ്യ മാലിന്യം. ഇതാണ് പയ്യന്നൂർ ടൗണിലെ ഏക ബെവ്കോ ഔട്ട്ലെറ്റ്. അന്യസംസ്ഥാന തൊഴിലാളികളടക്കം ഒട്ടനവധി ദിനംപ്രതി 100-ലധികം ആൾക്കാർ എത്തിച്ചേരുന്ന സ്ഥലം. ടൗണിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഔട്ട്ലെറ്റ് മഴക്കാലത്തിന് മുൻപ് ഇങ്ങനെയായിരുന്നില്ല. മഴക്കാലത്തിന് മുമ്പ് വൈകുന്നേരത്തെ തിരക്കൊഴിഞ്ഞാൽ പൊതുവെ സ്വസ്ഥമായിരുന്നു പരിസരം. കാൽനടയാത്രക്കാർക്ക് മൂക്കുപൊത്താതെ നടന്നു പോകാൻ കഴിഞ്ഞിരുന്ന റോഡും പരിസരവും. എന്നാൽ മഴ തുടങ്ങിയപ്പോൾ മുതൽ സ്ഥിതി മാറി. ഔട്ട്ലെറ്റ് പരിസരത്ത് മദ്യപ സംഘങ്ങൾ പതിവ് കാഴ്ചയായിരിക്കുന്നു. വലിച്ചെറിയുന്ന കുപ്പികളും ഭക്ഷണാവശിഷ്ടങ്ങളും പരിസരത്തെ മലിനമാക്കിയിരിക്കുന്നു. മഴക്കാലത്തെ പൂർവ്വ ശുചീകരണം എന്ന പേരിൽ ടൗണിന്റെ മുക്കും മൂലയും അടിച്ചു വൃത്തിയാക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെയൊരു സ്ഥലമുണ്ടെന്ന കാര്യം പയ്യന്നൂർ നഗരസഭ അപ്പാടെ മറന്നുപോയിരിക്കുന്നു. കഴിഞ്ഞ 3 മാസങ്ങളായി ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഔട്ട്ലെറ്റ് പരിസരത്ത് വീടുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ഈ മാലിന്യ കൂമ്പാരം. നേരം ഇരുട്ടിയാൽ സന്ദർഭം മുതലെടുക്കുന്ന സാമൂഹിക വിരുദ്ധരും മദ്യപ സംഘങ്ങളും പതിവായതോടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് തുണയില്ലാതെ പുറത്തിറങ്ങാൻ കഴിയില്ലെന്ന സ്ഥിതിയും. മദ്യപാനത്തിനെത്തുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ സംഘങ്ങൾ പുലരുവോളം തമ്പടിക്കുകയും പരിസരത്ത് തന്നെ മലമൂത്ര വിസർജനം നടത്തുന്നതും പതിവായിരിക്കുന്നു. ബാക്കിയാവുന്ന കുപ്പികളും ഭക്ഷണ സാധനങ്ങളും എല്ലാം പരിസരത്തേക്ക് വലിച്ചെറിയുകയാണ് ഇവരുടെ പതിവ്. 2 സ്ത്രീകൾ മാത്രമാണ് ഈ ഔട്ട്ലെറ്റിൽ ജോലി ചെയ്യുന്നതെന്നും ഓർക്കണം.
നേരം ഇരുട്ടും വരെയും ജോലി ചെയ്യേണ്ടി വരുന്ന ഈ സ്ത്രീകൾക്കും ഇവിടെ എത്രമാത്രം സുരക്ഷയുണ്ട്. പരസ്യ മദ്യപാനവും ലഹരി ഉപയോഗവും സംഘങ്ങൾ പതിവാക്കിയെങ്കിലും ഇതുവരെയും തങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന മട്ടാണ് പയ്യന്നൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ. പോലീസിന്റെ കണ്ണെത്തില്ലെന്നും രാത്രികാല പെട്രോളിംഗ് ഈ ഭാഗത്ത് ശക്തമല്ലെന്നുമുള്ള അറിവും മദ്യപ സംഘങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുന്നു. അവശിഷ്ടങ്ങൾ തോന്നും പോലെ വലിച്ചെറിഞ്ഞാലും നഗരസഭയും ചോദിക്കാനെത്തില്ല. ഔട്ട്ലെറ്റിന് സമീപത്തുള്ള വീട്ടാവശ്യങ്ങൾക്കായി പ്രദേശവാസികൾ ആശ്രയിച്ചിരുന്ന തോടാണ് മാലിന്യം വലിച്ചെറിയാൻ സാമൂഹിക വിരുദ്ധർ കണ്ടെത്തിയിരിക്കുന്ന പുതിയ സ്ഥലം. കുപ്പികളും പ്ലാസ്റ്റിക് ഗ്ലാസുകളും തോട്ടിൽ ദിവസേന കുമിഞ്ഞുകൂടുന്നു. വെള്ളവും പരിസരവും ഒരുപോലെ മലിനമാക്കിയിട്ടും പോലീസോ നഗരസഭയോ തിരിഞ്ഞു നോക്കാത്തത് പ്രദേശവാസികളെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വരുമാന വിഹിതത്തിലേക്ക് കോടികൾ സംഭാവന ചെയ്യുന്ന ബീവറേജസ് ഔട്ട്ലെറ്റിന്റെ ചെറിയൊരു ഓഫീസും പരിസരവും സംരക്ഷിക്കാൻ പോലും ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കഴിയുന്നില്ല. സാമൂഹിക വിരുദ്ധർ വൃത്തികേടാക്കി പോകുന്ന ഈ പരിസരത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടലിന്റെ സ്ഥിതിയും മറ്റൊന്നല്ല. ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരും നേട്ടങ്ങൾ അവകാശപ്പെടുന്ന ടൗണിലെ കാഴ്ചയാണ് ഇതും എന്നോർക്കണം. നഗരസഭയും വേണ്ടപ്പെട്ടവരും പരിശോധനകൾ ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നഗരസഭയുടെയും പോലീസിന്റെയും ഇടപെടൽ കൂടിയേ തീരൂ എന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ മാത്രം പരിശോധനയ്ക്കെത്തുന്ന ഉദ്യോഗസ്ഥരുടെ നിലപാടിൽ മാറ്റം വരേണ്ടതുണ്ട്. തീരുമാനമെടുക്കേണ്ടവർ, പ്രവർത്തിക്കേണ്ടവർ, മുന്നിട്ടിറങ്ങേണ്ടവർ തങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഈ നാട്ടുകാർക്കറിയില്ല. അവർക്കൊന്നേ ചോദിക്കാനുള്ളൂ, ഞങ്ങളെ നിങ്ങൾ കണ്ടില്ലെന്ന് വയ്ക്കുന്നതാണോ? ഈ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ അർജുനൊപ്പം ചാന്ദിനി. വിളയാങ്കോട് ദേശീയപാതയിൽ KSRTC ബസ് നിയന്ത്രണം വിട്ട് താൽക്കാലികമായി സ്ഥാപിച്ച ഡിവൈഡറിൽ ഇടിച്ചു. കാസർഗോഡ് നിന്നും കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിളയാങ്കോട് ദേശീയപാതയിൽ രാവിലെ 7:30ഓടെയാണ് അപകടം നടന്നത്. കാസർഗോഡ് നിന്ന് കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന വിളയാങ്കോട് ഭാഗത്ത് റോഡിൽ താൽക്കാലികമായി സ്ഥാപിച്ച ഡിവൈഡറിൽ നിയന്ത്രണം വിട്ടിടിച്ചായിരുന്നു അപകടം. അപകടത്തിൽ ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. അപകടത്തിൽ പരിക്കേറ്റവരെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അശാസ്ത്രീയമായി റോഡരികിൽ താൽക്കാലിക ഡിവൈഡറുകൾ സ്ഥാപിച്ചത് പല അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും പിലാത്തറ ഭാഗത്ത് ഡിവൈഡറിൽ തട്ടി അപകടം നടന്നിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാങ്ങാട്ടുപറമ്പിൽ നടന്ന സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ അണ്ടർ 17 വിഭാഗത്തിൽ തായ്നേരി SCBTM ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ചാമ്പ്യന്മാരായി. പാലക്കാട് നടക്കുന്ന സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തായ്നേരി സ്കൂളിലെ കുട്ടികൾ. മാങ്ങാട്ടുപറമ്പയിൽ വെച്ച് നടന്ന സുബ്രതോ കപ്പ് ജില്ലാതല ഫുട്ബോൾ ടൂർണമെന്റിൽ 12 ഉപജില്ലകളെ പ്രതിനിധീകരിച്ച് 12 ടീമുകളാണ് ഉണ്ടായിരുന്നത്. ഇതിലാണ് അണ്ടർ 17 വിഭാഗത്തിൽ മാടായി ഉപജില്ലയെ പരാജയപ്പെടുത്തി പയ്യന്നൂർ ഉപജില്ലയ്ക്ക് വേണ്ടി കളിച്ച തായ്നേരി SABTM ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായത്. പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിനുള്ള പരിശീലനത്തിലാണ് ഇപ്പോൾ തായ്നേരിയിലെ കുട്ടികൾ. കായിക അധ്യാപകരായ രഘു ചീനേരി, മെഹറൂഫ് M എന്നിവരുടെ ശിക്ഷണത്തിലാണ് വിദ്യാർത്ഥികൾ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് ഒരുക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിലാണ്. 2022-23 വർഷത്തിൽ ഇതിനു മുമ്പേ നമ്മൾ സുബ്രതോ കപ്പ് സ്റ്റേറ്റ് പോയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാം തവണയാണ് വീണ്ടും 2024-25 നമുക്കൊരവസരം കിട്ടിയിട്ടുള്ളത്. നമ്മളെ പയ്യന്നൂർ സബ് ജില്ല സുബ്രതോ കപ്പിൽ നമ്മൾ പരിയാരത്ത് വെച്ച് നടന്ന ടൂർണമെൻറ്റിലും അണ്ടർ 15 വിഭാഗത്തിലും അണ്ടർ 17 വിഭാഗത്തിലും ഞങ്ങൾ തന്നെയാണ് ചാമ്പ്യന്മാരായിട്ടുള്ളത്. ഇന്നലെ 2 ദിവസം ധർമ്മശാല വെച്ച് നടന്ന ടൂർണമെൻറ്റിൽ അണ്ടർ 15 വിഭാഗത്തിൽ നമ്മൾ പരാജയപ്പെട്ടു. അണ്ടർ 17 വിഭാഗത്തിൽ നമ്മൾ ചാമ്പ്യന്മാരായി സ്റ്റേറ്റ് ടൂർണമെൻറ്റിന് വേണ്ടിയിട്ടുള്ള യോഗ്യത നേടിയിട്ടുള്ളതാണ്. മികച്ച ഒരു സംവിധാനമാണ് നമ്മൾ മാനേജ്മെൻറ്റ് ഇവിടെ നമുക്ക് ചെയ്തു തരുന്നത്. ഇപ്പോൾ
സ്കൂളിലെ അണ്ടർ 15 വിഭാഗത്തിലെ കുട്ടികൾ ഫൈനലിലാണ് പരാജയപ്പെട്ടത്. വിജയികളെ ആനയിച്ച് വിദ്യാർത്ഥികൾ റാലിയും നടത്തി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഏഴോം തമ്പുരാൻകുന്ന് ഏതു നിമിഷവും നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലേക്ക് ഇടിഞ്ഞു വീഴാവുന്ന നിലയിൽ. ഏഴോം പഞ്ചായത്ത് വില്ലേജും അധികൃതരും നടപടിയെടുക്കണമെന്ന് ആവശ്യമായി നാട്ടുകാർ. ഏഴോം റോഡിലെ പുല്ലാഞ്ഞിടയിൽ തമ്പുരാൻകുന്ന് ഇടിഞ്ഞ പാറയും മരങ്ങളും റോഡിലേക്ക് പതിക്കുന്ന നിലയിലായിട്ടുണ്ട്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ അപകട ഭീഷണി ഉയർത്തി 3ഓളം മരങ്ങളും വലിയ പാറകളുമാണ് നിലംപൊത്തിയത്. മറ്റു പാറകൾ റോഡിലേക്ക് പതിക്കാൻ സാധ്യതകൾ ഇനിയുമേറെയുണ്ട്. പുല്ലാഞ്ഞിടയിലെ ഏഴോം ഗ്രാമപഞ്ചായത്ത് തമ്പുരാൻകുന്ന് വൻ അപകട ഭീഷണിയിൽ. പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് നാടിന് വൻ ഭീഷണിയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉത്തരവാദപ്പെട്ട അധികാരികൾ അല്ലെങ്കിൽ ഏഴോം ഗ്രാമപഞ്ചായത്ത് ഉടനടി അതിലിടപെട്ട് ജനങ്ങളുടെ ഭീഷണിക്ക് ശാശ്വത പരിഹാരം കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. മഴ തകർത്തു പെയ്യുകയാണെങ്കിൽ ഏതു സമയത്തും കുന്നിടിഞ്ഞ് പൂർണ്ണമായും റോഡിൽ പതിക്കുന്ന അവസ്ഥയുമുണ്ട്. ശക്തമായ മഴ പെയ്തത് കാരണം കുന്നിൽ നിന്നുള്ള ചെളിവെള്ളം കുത്തിയൊലിച്ച് സമീപ പ്രദേശങ്ങളിലെ വീട്ടിലെ കിണറുകൾ ഉപയോഗശൂന്യമാക്കിയതും പ്രദേശവാസികൾക്ക് ദുരിതമായി തീർന്നിട്ടുണ്ട്. പുല്ലാഞ്ഞിടയിലെ തമ്പുരാൻകുന്ന് അത് അനധികൃതമായി മണ്ണെടുത്തത് മൂലം അതിൻ്റെ നല്ലൊരു ഭാഗം ഇടിഞ്ഞിപ്പോൾ റോഡിലേക്ക് വീഴുകയാണ്. ആ മണ്ണിൻ്റെ കൂടെ മരങ്ങളും കല്ലുകളൊക്കെ കടപുഴകി വീണ് ഓവുചാല് നേരത്തെ അടഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിനടുത്ത് വാഹന ഗതാഗതത്തിനോട് തടസ്സം സൃഷ്ടിക്കുമെന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല, ആ അടുത്ത് ചളിവെള്ളം ഒഴുകി റോഡിലേക്ക് സമീപത്തെ വീടുകളിലേക്ക് എടുത്ത് ചളിവെള്ളം ഒഴുകിയെത്തിയിട്ടുണ്ട്. ഇതൊക്കെ അധികൃതരുടെ ഒരു ശരിയായ നടപടിയുടെ എടുക്കാത്തതിൻ്റെ തീരുമാനം ഫലമായിട്ടാണ് ഇന്നിപ്പോൾ ഈ തമ്പുരാൻകുന്ന് ഇത്രയും ഇടിഞ്ഞു വീഴാനുള്ള കാരണം. ഏഴോം പഞ്ചായത്തും വില്ലേജ് അധികൃതരും ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നാടിന്റെ അഭിമാനമായ ഡോക്ടർമാരെ ചേർത്ത് പിടിച്ച് കൊഴുമൽ പെരളം പൊതുജന വായനശാല ഗ്രന്ഥാലയം. വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പയ്യന്നൂർ സഹകരണ ആശുപത്രി നേത്രവിഭാഗം തലവൻ ഡോക്ടർ പി പുഷ്പാങ്കദൻ ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനം തന്നെ വളരെയധികം ശ്ലാഘനീയമാണ്. കാരണം ഓരോയാളും ഓരോ തരത്തിലുള്ള ജോലിയിൽ ഓരോ വിഭാഗത്തിൽ പോകുമ്പോൾ ഒരിക്കലും ഇവരെ ക്ലിനിക്കിലല്ലാതെ മറ്റെവിടെയും കാണാൻ കിട്ടാത്ത ആൾക്കാർ മിക്കവാറും ഡോക്ടർമാരൊക്കെ. അപ്പോൾ അവരെ ഇങ്ങനെ ഒന്നിച്ചിരുത്തുക, നമ്മളെയൊക്കെ ഒന്നിച്ചിട്ട് നമുക്ക് സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്ന നിലയിൽ ഒന്നിച്ചു കൊണ്ടുവരിക, അത് വളരെ നല്ലൊരു പ്രവൃത്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ഒന്നുകൂടി അതിനെ സംഘാടക സമിതിയെ ശ്ലാഘിക്കുന്നു. ഇന്ന് ഡോക്ടേഴ്സ് ഡേ വർഷങ്ങളായിട്ട് 1991 മുതൽ 2 മുതലാണ് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല ഡോക്ടേഴ്സ് ഡേ ആചരിക്കാൻ തുടങ്ങിയിട്ട്. ഡോക്ടേഴ്സ് ദിനത്തിൽ നാടിന്റെ അഭിമാനമായ 14 ഡോക്ടർമാരെ ചേർത്ത് പിടിച്ച് കൊഴുമൽ പെരളം പൊതുജന വായനശാല ഗ്രന്ഥാലയം. പഠനകാലത്ത് വായനശാലയെയും ഗ്രന്ഥാലയത്തെയും ഉപയോഗപ്പെടുത്തിയ പ്രദേശവാസികളായ ഡോക്ടർമാരെയാണ് വായനശാല ഒരു കുടക്കീഴിൽ ഡോക്ടേഴ്സ് ദിനത്തിൽ ഒന്നിപ്പിച്ചത്. ഓരോരുത്തരും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതും സദസ്യർക്ക് പുതിയ അനുഭവമായിരുന്നു. ചടങ്ങിൽ പി ഗോവിന്ദൻ മാസ്റ്റർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ മുഖ്യാതിഥിയായി. വൈക്കത്ത് നാരായണൻ മാസ്റ്റർ, ഡോക്ടർ ഭാസ്കരൻ നമ്പ്യാർ, കെ സന്തോഷ്, പാവൂർ ദാമോദരൻ, എ രമേശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കല്യാശ്ശേരി മണ്ഡലം ഔഷധഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കണ്ണപുരത്ത് കുറുന്തോട്ടി കൃഷി ആരംഭിച്ചു. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി നടീൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി മണ്ഡലം ഔഷധഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കണ്ണപുരം പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി ചേർന്ന് കണ്ണപുരം വീവേഴ്സ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അധീനതയിലുള്ള സ്ഥലത്ത് കുറുന്തോട്ടി കൃഷി ആരംഭിച്ചു. നടീൽ ഉത്സവം കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി ഉദ്ഘാടനം ചെയ്തു. വിപണി സാധ്യത കണ്ടെത്തിക്കൊണ്ട് ഇത്തവണ
വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിന്റെ പ്രവർത്തനം വിജയിപ്പിക്കുവാൻ വേണ്ടി സാധിക്കും. അതിന് നമുക്ക് കൂട്ടായ്മയോടുകൂടി മാത്രമേ ഏതൊരു പ്രവർത്തനം വിജയിപ്പിക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഔഷധ ഗ്രാമം, ഈ കുറുന്തോട്ടി കൃഷി നടീൽ ഉത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വൈസ് പ്രസിഡന്റ് എം ഗണേശൻ അധ്യക്ഷനായി. ഒന്നാം ഘട്ടത്തിൽ 50 സെന്റ് സ്ഥലത്താണ് കൃഷി ആരംഭിക്കുന്നത്. പ്രേമ സുരേന്ദ്രൻ, രേഷ്മ പരാഗൻ, വി വിനീത, രമേശൻ, ടി കെ ദിവാകരൻ, കെ വി രാമകൃഷ്ണൻ, ജിതേഷ് കണ്ണപുരം, രാജേഷ് പാലങ്ങാട്, വി കെ വിജയൻ, കൃഷി ഓഫീസർ യു പ്രസന്നൻ, ബാബു രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കൽമദീന മൂരിക്കോവിൽ സംഘടിപ്പിച്ച 8ാമത് സീനിയർ സെവൻസ് മൺസൂൺ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ മത്സരം പയ്യന്നൂർ ഫയർഫോഴ്സ് ഗ്രൗണ്ടിൽ വെച്ച് നടന്നു. മത്സരത്തിൽ ലജറ്റ് FC ചാമ്പ്യന്മാരായി. CK ബാബുരാജിന്റെയും എ രൂപേഷിന്റെയും NK കരുണാകരന്റെയും സ്മരണയ്ക്കായി കൽമദീന മൂരിക്കോവിൽ സംഘടിപ്പിച്ച 8ാമത് സീനിയർ സെവൻസ് മൺസൂൺ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ മത്സരം പയ്യന്നൂർ ഫയർഫോഴ്സ് ഗ്രൗണ്ടിൽ വെച്ച് നടന്നു. ലജൻസ് FC, ഫാൽക്കൺ FC, അമിഗോസ് FC, ബ്രദേഴ്സ് FC എന്നീ 4 ടീമുകൾ മത്സരിച്ചു. ഫൈനൽ മത്സരത്തിൽ ലജൻസ് FCയും അമിഗോസ് FCയും ഏറ്റുമുട്ടി. ലജൻസ് FC ചാമ്പ്യന്മാരായി. ഉണ്ണീസായി, ആനന്ദ് ആലന്തട്ട, ടൗൺ ടീം പയ്യന്നൂർ എന്നിവരാണ് വിജയികൾക്കുള്ള ട്രോഫികൾ സ്പോൺസർ ചെയ്തത്. സമ്മാനദാനം പയ്യന്നൂർ ഫയർഫോഴ്സ് ഓഫീസർ സജീവൻ നിർവഹിച്ചു. ചടങ്ങിൽ ബാബു KV, വിനു V, M വിജയകുമാർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലാത്തറ സെന്റ് ജോസഫ് കോളേജ് ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും എടാട്ട് പ്രവർത്തിക്കുന്ന ടാലന്റ് വൊക്കേഷണൽ സ്കിൽ ട്രെയിനിംഗ് സെന്ററിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കോൺവക്കേഷൻ സെറമണിയും കോളേജിൽ വെച്ച് നടന്നു. പിലാത്തറ സെന്റ് ജോസഫ് കോളേജ് ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും എടാട്ട് പ്രവർത്തിക്കുന്ന ടാലന്റ് വൊക്കേഷണൽ സ്കിൽ ട്രെയിനിംഗ് സെന്ററിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കോൺവക്കേഷൻ സെറമണിയും കോളേജിൽ വെച്ച് നടന്നു. കോളേജ് ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല നിർവഹിച്ചു. മറ്റു കോളേജുകൾ പോലെ ആകരുത് കണ്ണൂർ രൂപതയുടെ കീഴിലുള്ള സെന്റ് ജോസഫ് കോളേജ്. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ പൊതുസമൂഹത്തിനും കൊടുക്കേണ്ട വലിയൊരു ധാർമ്മിക മൂല്യമുണ്ട്, ഒരു വ്യത്യസ്തമായ അനുഭവമുണ്ട്. ആ സന്ദേശമാണ് ഇവിടെ പഠിച്ചു പോകുന്ന കുട്ടികൾക്ക്, വിദ്യാർത്ഥിനികൾക്ക് ഉണ്ടാകേണ്ടത്. കോൺവക്കേഷൻ സെറമണിയുടെ ഉദ്ഘാടനം ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ പി ബിജു നിർവഹിച്ചു. കണ്ണ് കാണാത്ത ഒരാളെ പണ്ട് കണ്ണുപൊട്ടൻ എന്ന് വിളിച്ചിരുന്നെങ്കിൽ വികലാംഗനായ ഒരാളെ, ഒരു മുടന്ന് നടക്കുന്ന ഒരാളെ നമ്മൾ അങ്ങനെ പദം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തെറ്റാണ് എന്ന് പിന്നീട് നിയമത്തിനെ കൊണ്ടും അതുപോലെ തന്നെ മറ്റ് മാർഗങ്ങൾ കൊണ്ടും നമ്മളെ പഠിപ്പിക്കേണ്ടി വന്നു. അക്കര ഫൗണ്ടേഷൻ ട്രഷറർ ഫസ്ലിൻ അക്കര അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷിജു CP, കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന, ഫാദർ രാജൻ ഫൗസ്റ്റോ, ഫാദർ ക്ലാരൻസ് പാലിയത്ത്, ബഷീർ എഡാട്ട്, മുഹമ്മദ് യാസിർ N തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. തൃക്കരിപ്പൂർ പേക്കടം റോഡിൽ ടാറിങ്ങും ജില്ലിയും ഇളകി ഇരുചക്ര വാഹനങ്ങൾക്ക് ഭീഷണിയാകുന്നു. റെയിൽവേ സ്റ്റേഷന് പിന്നിലെ നിലമ്പം റോഡ് ജംഗ്ഷനിലാണ് ഈ അപകടക്കെണി. മഴ തുടങ്ങിയതു മുതൽ മരം പെയ്താണ് മാസങ്ങൾക്ക് മുൻപ് ടാറിംഗ് നടന്ന റോഡിൽ ജില്ലികൾ ഇളകിപ്പോകാൻ പ്രധാന കാരണമായത്. ഇരുചക്ര വാഹനങ്ങളാണ് അപകടക്കെണിയിൽപ്പെടുന്നത്. മാസങ്ങൾക്ക് മുൻപ് റീടാറിംഗ് നടത്തിയ പേക്കടം IT റോഡിന്റെ തുടക്കമിടുന്ന നീലമ്പം ജംഗ്ഷനിലാണ് ഇരുചക്ര വാഹനങ്ങളെ വീഴ്ത്തുന്ന രീതിയിൽ ടാറിളകി ബേബി ജില്ലികൾ തെറിച്ചുപോയ നിലയിലുള്ളത്. ടാറിങ്ങിൽ നിന്നും ഇളകിയ പൊടിജില്ലി ശ്രദ്ധിക്കാതെ പേക്കടം റോഡിലേക്ക് കയറുന്നതും തിരിച്ചിറങ്ങുന്നതുമായ നിരവധി ഇരുചക്ര വാഹനങ്ങൾ തെന്നിവീണ് ഇതിനകം പരിക്കേറ്റവർ നിരവധി. വെള്ളാപ്പ് റോഡ് റെയിൽവേ ഗേറ്റ് തുറന്നാൽ വേഗത്തിലെത്തുന്ന ഇരുചക്ര വാഹനങ്ങൾ പലപ്പോഴും തെന്നിവീഴുകയാണെന്നാണ് പ്രദേശത്തെ നാട്ടുകാർ പറയുന്നത്. കാറില്ല, കല്ലെല്ലാം പൊന്തി വന്നിട്ട് ഇപ്പോൾ എത്രയോ കുട്ടികൾ ഈ സൈക്കിളിൽ എടുത്തിട്ട് വരുന്ന കുട്ടികൾ പെട്ടെന്ന് അപ്പുറത്തിപ്പുറത്തെ 4 4 വീലർ റോഡാണ്. അപ്പം പിന്നെ ആൾക്കാർ പെട്ടെന്ന് വണ്ടി കാണുമ്പം ബ്രേക്ക് പിടിച്ച് എത്രയോ കുട്ടികളെല്ലാം വീഴുന്ന അവസ്ഥകൾ. കല്ല് പൊട്ടേക്ക് വന്നിട്ട് കാറില്ല. ഇത്രയൊക്കെ മോശമായ സ്ഥിതിയിലേക്ക് ആരാകൊണ്ട് ഇനി വീണിട്ട് എന്തെങ്കിലും അപകടം സംഭവിക്കാതെ പറയാൻ പറ്റില്ല. തദ്ദേശ സ്ഥാപന മേധാവികൾ ഇടപെട്ട് റോഡിന്റെ 100 മീറ്റർ ഭാഗത്ത് നല്ല രീതിയിൽ ടാറിംഗ് നടത്തുകയോ കോൺക്രീറ്റ് ചെയ്യുകയോ ചെയ്യണമെന്നാണ് പ്രദേശത്തെ വ്യാപാരികളും നാട്ടുകാരും ഇരുചക്ര വാഹന യാത്രക്കാരും ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
ADGPയും സംഗീതജ്ഞനുമായ S. ശ്രീജിത്തിന് തുരീയം സുവർണ കീർത്തിമുദ്ര ജൂലൈ 7-ന് തുരീയം സംഗീതോത്സവ സമാപന ചടങ്ങിൽ വെച്ച് കീർത്തിമുദ്ര സമ്മാനിക്കും. പോത്താങ്കണ്ടം ആനന്ദഭവനം സംഘടിപ്പിച്ചു വരുന്ന തുരീയം സംഗീതോത്സവത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ തുരീയം സുവർണ കീർത്തിമുദ്ര ADGPയും സംഗീതജ്ഞനുമായ S. ശ്രീജിത്തിന് സമ്മാനിക്കും. ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടന്നുവരുന്ന സംഗീതോത്സവത്തിൽ ജൂലൈ 7-ന് 3:30 മുതൽ സുമത്ര ഗുഹ ഹിന്ദുസ്ഥാനി സംഗീതം അവതരിപ്പിക്കും. വൈകിട്ട് 6-ന് സമാപന സമ്മേളനം ഗോവ ഗവർണർ PS. ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും. ലഫ്റ്റനന്റ് കേണൽ വിനോദ് നായനാർ, റിയൽ അഡ്മിറൽ K. മോഹനൻ എന്നിവരെ ആദരിക്കും. ചടങ്ങിൽ വെച്ച് തുരീയം സുവർണ കീർത്തിമുദ്ര S. ശ്രീജിത്തിന് സമ്മാനിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പെരുമാൾ മെറ്റൽസിന്റെ 3ാമത്തെ സ്ഥാപനം പയ്യന്നൂരിൽ ബോംബെ ഹോട്ടലിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ആദിത്യ ശ്രീവത്സൻ, അർജുൻ ശ്രീവത്സൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. വർഷങ്ങളായി പയ്യന്നൂർ വിശ്വാസമർപ്പിച്ച പെരുമാൾ മെറ്റൽസ് വളർച്ചയുടെ പുതിയ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. ഏറ്റവും പുതിയ സ്ഥാപനം പയ്യന്നൂരിൽ ബോംബെ ഹോട്ടലിനു സമീപം ആദിത്യ ശ്രീവത്സൻ, അർജുൻ ശ്രീവത്സൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കാർത്തേയണി അമ്മ ഭദ്രദീപം കൊളുത്തിയ ചടങ്ങിൽ ശ്രീവത്സൻ KK, രമ്യ ശ്രീവത്സൻ എന്നിവർ സന്നിഹിതരായിരുന്നു. പുതിയ സ്ഥാപനത്തിൽ ഓട്ടുപാത്രങ്ങൾ, അലുമിനിയം പാത്രങ്ങൾ, മെറ്റൽ ശില്പങ്ങൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം ഒരുക്കിയിട്ടുണ്ട്. മുരുകൻ മെറ്റൽസ്, പെരുമാൾ മെറ്റൽസ് എന്നിവ സഹോദര സ്ഥാപനങ്ങളാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പുഴയിൽ വീണ കുട്ടികളെ രക്ഷപ്പെടുത്തിയവരെ വെള്ളൂർ ആലിൻകീഴിൽ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. അനുമോദന ചടങ്ങ് സ്ഥലം ഖത്തീഫ് റഫീഖ് ബാഖവി ഉദ്ഘാടനം ചെയ്തു. പുഴയിൽ വീണ കുട്ടികളെ രക്ഷപ്പെടുത്തിയ ബിജു, ഗിരീഷ്, അഭി, രാജേഷ് എന്നിവർക്കുള്ള ഉപഹാരം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് M. മുഹമ്മദ് അലി ഹാജി നൽകി. കഴിഞ്ഞ വ്യാഴാഴ്ച പെരളം കുറ്റിയോൽ പാലത്തിന് സമീപമാണ് 3 വിദ്യാർത്ഥികൾ കുളിക്കാനിറങ്ങിയത്. ഒഴുക്കിൽപ്പെട്ട അതിലൊരാളെയാണ് ഇവർ രക്ഷപ്പെടുത്തിയത്. TP രവി, KP നാസർ ഹാജി, TV അഹമ്മദ് ദാരിമി, N. ഷാദുലി, M. നൌഷാദ്, ഷൌക്കത്ത് അലി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പെരുമ്പ GMUP സ്കൂളിൽ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് നടന്നു. കുട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തന രീതികൾ മനസ്സിലാക്കുന്ന തരത്തിൽ സുതാര്യവും ജനാധിപത്യ രീതിയിലുമാണ് നടന്നത്. പെരുമ്പ GMUP സ്കൂളിൽ നടന്ന 2024-25 അധ്യയന വർഷത്തേക്കുള്ള സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ രീതിയിലാണ് നടന്നത്. കുട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തന രീതികൾ മനസ്സിലാക്കുന്ന തരത്തിൽ സുതാര്യവും ജനാധിപത്യ രീതിയിലുമാണ് നടന്നത്. കുട്ടികൾ തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥരും നിയമപാലകരുമായി പ്രവർത്തിച്ചു. 5 സ്ഥാനാർത്ഥികൾ മത്സരിച്ചു. അലന്റെ 58 വോട്ടുകൾ നേടി വിജയിച്ചു. സ്കൂൾ ലീഡറുടെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച രാവിലെ നടക്കുമെന്ന് ഹെഡ് മാസ്റ്റർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടി റോട്ടറി ക്ലബിന്റെ 2024-25 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും സേവന പദ്ധതിയും 5-ാം തീയതി മാടായി മിനി ഓഡിറ്റോറിയത്തിൽ നടക്കും. ചടങ്ങിൽ റോട്ടേറിയൻ MD രാജേഷ് സുഭാഷ് മുഖ്യാതിഥിയാകും. നിർധനരായ 11 പെൺകുട്ടികൾക്ക് സൈക്കിളുകൾ വിതരണം ചെയ്യും. പുനരധിവാസത്തിന്റെ ഭാഗമായി മാനസിക പരിമിതിയുള്ള രോഗിക്ക് ധനസഹായവും നൽകും. പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതി അടുത്ത വർഷം നടപ്പിലാക്കുമെന്നും ഭാരവാഹികളായ പ്രമോദ് PP, പവിത്രൻ PP, മനോജ് VKV, ഡോക്ടർ ശ്രീജൻ CK, ഡോക്ടർ മുഹമ്മദ് അസ്ലം, വരുൺ V, സുനിൽകുമാർ KV, സനീഷ് TK എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ ലയൺസ് ക്ലബിന്റെ ഈ വർഷത്തെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഡോക്ടേഴ്സ് ദിനത്തിന്റെ ഭാഗമായി ഡോക്ടർമാരെ ആദരിച്ചതോടൊപ്പം വിവിധ സാമൂഹിക സന്നദ്ധ പ്രവർത്തനങ്ങളും നടത്തി. ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം ഡോക്ടർ ഷാൻബാഗ് 1995 നമ്മുടെ ക്ലബിലെ മെമ്പറായി വന്നത്. 1985 ലൈൻ മെമ്പറായിട്ട് വന്നത്. അത് എന്നെക്കാട്ടും 4 കൊല്ലം സീനിയറായിട്ട്. In 1999-2000 he was president of Lions Club. ഞാനും ഷാൻബാഗുമായിട്ടുള്ള പരിചയം ഡോക്ടേഴ്സ് ദിനത്തിന്റെ ഭാഗമായി ഡോക്ടർ ദയാനന്ദ് ഷാൻബാഗിനെയും ചാർട്ടേഡ് അക്കൗണ്ട് ദിനത്തിൽ ശ്രീലാൽ കരിമ്പിലിനെയും ആദരിച്ചു. പയ്യന്നൂർ സഹകരണ ആശുപത്രിയുമായി സഹകരിച്ച് രക്തദാനവും പയ്യന്നൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ TB വാർഡിലെ രോഗികൾക്ക് പോഷക ഭക്ഷണ സാധനങ്ങൾ നൽകുകയും പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായി അന്നൂർ പ്രകൃതി ജീവന കേന്ദ്രത്തിൽ നാട്ടുമാവിൻ തൈകൾ വച്ചുപിടിപ്പിക്കുകയും ചെയ്തു. പയ്യന്നൂർ ലയൺസ് പ്രസിഡന്റ് ഗംഗാധരൻ നള്ളക്കോട് അധ്യക്ഷത വഹിച്ചു.
ലയൺസ് മുൻ ഗവർണർമാരായ ഡോക്ടർ എസ് രാജീവ്, ഡോക്ടർ കെ ദാമോദരൻ, ഗംഗാധരൻ പി, വി ബാലൻ, സുരേഷ് കോമത്ത്, TCV ദിനേശ് കുമാർ, ഡോക്ടർ സുജാ വിനോദ്, പ്രവീൺ ഗോപിനാഥ്, രതീഷ് കുമാർ ടി, വിജയകുമാർ ഷേണായി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിറന്നാൾ ദിനത്തിലെ ആഘോഷം വേണ്ടെന്ന് വെച്ച് ആ തുക ചികിത്സാ സഹായമായി നൽകി മാതൃകയായി മാതമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ആർ അനുശ്രീ. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കണ്ടോന്താർ ചെങ്ങളത്തെ VV ഉണ്ണികൃഷ്ണന്റെ ചികിത്സയ്ക്കായാണ് സഹായം നൽകിയത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കണ്ടോന്താർ ചെങ്ങളത്തെ VV ഉണ്ണികൃഷ്ണന്റെ ചികിത്സയ്ക്കായാണ് മാതമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയും ജീവകാരുണ്യ പ്രവർത്തകനും മാതമംഗലം കൂട്ടായ്മയുടെ രക്ഷാധികാരിയുമായ രമേശൻ ഹരിതയുടെ മകളുമായ ആർ അനുശ്രീ തന്റെ പിറന്നാൾ ആഘോഷത്തിനായി കരുതിയ തുക ചികിത്സാ സഹായമായി നൽകിയത്. കൈതപ്പുറത്ത് നടന്ന ചടങ്ങിൽ അനുശ്രീയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ ചികിത്സാ സഹായ കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് മെമ്പറുമായ MV പ്രീത ധനസഹായം ഏറ്റുവാങ്ങി. രക്ഷാധികാരിയും പഞ്ചായത്ത് അംഗവുമായ NK സുജിത്, കമ്മിറ്റി അംഗങ്ങളായ KP മുരളീധരൻ, TP പ്രദീപൻ, PV രാജേഷ്, TV പവിത്രൻ, മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകരായ രമേശൻ ഹരിത, KV മനീഷ്, P ബിബീഷ്, തമ്പാൻ കാനായി, R ദിനൂപ്, R സുനിത, ഹാരിസ് പെരിങ്ങോം എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഓണത്തിന് ഒരു കൂട പൂക്കൾക്കായി ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ച് പയ്യന്നൂർ നഗരസഭ ഹരിതസേന ഏച്ചിലാം വയലിൽ ചെണ്ടുമല്ലി തൈനടിയിൽ ഉദ്ഘാടനം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VV സജിത നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭ ഹരിതസേന ഒരുക്കുന്ന ചെണ്ടുമല്ലി കൃഷി തൈകൾ നടീൽ ഉദ്ഘാടനം ഏച്ചിലാം വയലിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VV സജിത നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ബാലൻ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ N സുധ, വസന്ത രവി, നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ OK ശ്യാംകുമാർ, ഹരിതകർമ്മ കോർഡിനേറ്റർ മധുസൂദനൻ, കൺസോർഷ്യം സെക്രട്ടറി ലേഖ MP, സംരംഭക യൂണിറ്റ് പ്രസിഡന്റ് മഞ്ജുള MB എന്നിവർ സംസാരിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ 1/2 ഏക്കർ സ്ഥലത്ത് 1000 തൈകളാണ് വച്ചുപിടിപ്പിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാർഷിക മേഖലയിൽ മാതൃക തീർക്കുകയാണ് കർഷക സംഘം മണ്ടൂർ വില്ലേജിലെ തലക്കോടത്ത് യൂണിറ്റ്. 600 ഗ്രോ ബാഗുകളിലായി ചെണ്ടുമല്ലി കൃഷി ചെയ്ത് ഓണത്തിനാവശ്യമായ പൂക്കൾ ഉൽപ്പാദിപ്പിച്ച് യൂണിറ്റിലെ എല്ലാ കുടുംബങ്ങൾക്കും നൽകാൻ ഒരുങ്ങുകയാണിവർ. കർഷക സംഘം മണ്ടൂർ വില്ലേജിലെ തലക്കോടത്ത് യൂണിറ്റ് കാർഷിക മേഖലയിൽ മാതൃക തീർക്കുകയാണ്. സുനിത A, സുമാവി, ആരണ്യ KV, രമ്യ K, രാധ KV, ഉഷായൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള യൂണിറ്റ് വനിതാ സബ് കമ്മിറ്റി 600 ഗ്രോ ബാഗുകളിലായി ചെണ്ടുമല്ലി കൃഷി ചെയ്ത് ഓണത്തിനാവശ്യമായ പൂക്കൾ ഉൽപ്പാദിപ്പിച്ച് യൂണിറ്റിലെ എല്ലാ കുടുംബങ്ങൾക്കും നൽകാനൊരുങ്ങുകയാണ്. കരനെൽ കൃഷി, മരച്ചീനി, ഇഞ്ചി, മഞ്ഞൾ, വിവിധ പച്ചക്കറികൾ തുടങ്ങി നിരവധി കൃഷികൾ ഇവർ നടത്തിവരുന്നുണ്ട്. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, പുതുതലമുറയെ കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവരിക, കൃഷി ആദായകരമാക്കുക എന്നീ കർഷക സംഘം മുദ്രാവാക്യം പ്രാവർത്തികമാക്കുകയാണ് യൂണിറ്റിന്റെ ലക്ഷ്യം. പദ്ധതിയുടെ ഉദ്ഘാടനം കർഷക സംഘം ജില്ലാ സെക്രട്ടറി M പ്രകാശൻ മാസ്റ്റർ നിർവഹിച്ചു. V രമേശൻ, MV രാജീവൻ, MV രവി, P ദാമോദരൻ, K മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റിലെ എല്ലാ കുടുംബങ്ങൾക്കും ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി തൈകളും വളവും ഇവർ വിതരണം ചെയ്തിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നഗരസഭയുടെയും ആരോഗ്യവകുപ്പിന്റെയും കണ്ണെത്താത്ത ഇടമായി മാറി പയ്യന്നൂർ ബീവറേജ് ഔട്ട്ലെറ്റ് പരിസരം. സമീപവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി മാലിന്യ കൂമ്പാരം. സാമൂഹ്യവിരുദ്ധരും മറ്റു സംഘങ്ങളും പതിവായതോടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് തുണയില്ലാതെ പുറത്തിറങ്ങാൻ കഴിയില്ലെന്ന സ്ഥിതി. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി താൽക്കാലികമായി സ്ഥാപിച്ച ഡിവൈഡറുകൾ അപകടക്കെണിയൊരുക്കുന്നു. വിളയാങ്കോട് ദേശീയപാതയിൽ KSRTC ബസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു. അപകടത്തിൽപ്പെട്ടത് കാസർഗോഡ് നിന്നും കണ്ണൂരിലേക്ക് പോകുകയായിരുന്ന ബസ്. മാങ്ങാട്ടുപറമ്പിൽ നടന്ന സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ അണ്ടർ 17 വിഭാഗത്തിൽ ചാമ്പ്യന്മാരായി തായ്നേരി SAB ടീം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. പാലക്കാട് നടക്കുന്ന സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിൽ കുട്ടികൾ. ഏഴോൻ തമ്പുരാൻകുന്ന് ഏതു നിമിഷവും നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലേക്ക് ഇടിഞ്ഞു വീഴാവുന്ന നിലയിൽ. ഏഴോം പഞ്ചായത്തും വില്ലേജ് അധികൃതരും നടപടിയെടുക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.